ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേട്ട് പഴകിയ അതേ വിഷയമാണ് ഇന്ന് രാത്രിയിലും നിങ്ങളുമായി സംസാരിക്കാൻ ദൈവാത്മാവ് എനിക്ക് നിയോഗം നൽകുന്നത്. വളരെ സ്ട്രെയിൻ എടുത്ത് ഈ മീഡിയയുടെ ക്രമീകരണങ്ങൾ നടത്തുന്നത് മീഡിയ ഡയറക്ടർ സുനിൽ നൈനാനാണ്. രാത്രി 12 മണിക്ക് ശേഷമൊക്കെ അദ്ദേഹം ഉറക്കളച്ചിരുന്നാണ് ഇതെല്ലാം നമുക്ക് യൂട്യൂബിലാക്കി തരുന്ന അദ്ദേഹത്തോട് പ്രത്യേകം ഞങ്ങളുടെ കടപ്പാടുകൾ അറിയിക്കുന്നു. ദൈവം തന്നെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഉൽപ്പത്തി പുസ്തകം എടുക്കാം. ഞാൻ ചിന്തയിലേക്ക് വരികയാണ്. പെട്ടെന്ന് കമ്പിവാചകത്തിൽ പറയാം. നമ്മൾ ഇതിൽ ഒത്തിരി പ്രസംഗം കേട്ടിട്ടുള്ളതുകൊണ്ട് ഇന്ന് രാത്രിയിലും ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. 22-ാം അധ്യായം 1-2 Genesis chapter 22 verses 1 and 2. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം വളരെ ശ്രദ്ധേയമാണ്. തുടക്കത്തിൽ കണ്ടോ, അതിന്റെ ശേഷം എന്ന് പറയുമ്പോൾ ഒരു ആരാധന കഴിച്ചതിന് ശേഷമാണ് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായത്. തെളിയിക്കാം. ആരാധിക്കുവാൻ, ദൈവശബ്ദം കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം അടുത്ത മിനിറ്റിൽ നമുക്ക് കേൾക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ദൈവശബ്ദം കേൾക്കാത്തത്? നാം ദൈവത്തിന്റെ മുമ്പാകെ ആരാധന കഴിക്കാൻ, ദൈവത്തിന്റെ മുമ്പാകെ വിധേയപ്പെടാൻ, ദൈവത്തിന്റെ മുമ്പാകെ സറണ്ടർ ചെയ്യാൻ, ദൈവത്തിന്റെ മുമ്പാകെ മുട്ടുകുത്താൻ പ്രത്യേക വ്യക്തിപരമായി തയ്യാറായെങ്കിലേ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുള്ളൂ. ആണോ എന്ന് ഞാൻ തെളിയിക്കാം. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇപ്പോ പെട്ടെന്ന് വാക്യങ്ങൾ വായിച്ചാൽ ഞാൻ നിങ്ങളെ കൂടെ വായിപ്പിക്കുന്നത് എല്ലാവർക്കും ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. 21-ാം അധ്യായം 33-34 ഞാൻ പറഞ്ഞ കറക്റ്റ് ആണോ അല്ലയോ? അബ്രഹാം ബേർശേബയിൽ ഒരു പിചുലവൃക്ഷം നട്ടു, നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു. അബ്രഹാം കുറെ കാലം ഫെലിസ്ത്യരുടെ ദേശത്ത് പാർത്തു. താങ്ക് യു സിസ്റ്റർ ബിന്ദു. കഴിഞ്ഞ അവരുടെ ബിന്ദു ഒത്തിരി സ്ലോ ആയിരുന്നു, കാരണം കണ്ണാടി കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു കണ്ണാടി മറക്കരുത്. അപ്പൊ ഇപ്പോ വളരെ എക്സ്പ്രസ് വേഗത പോകുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ടോ, അവിടെ ബേർശേബയിൽ ഒരു പിചുല വൃക്ഷം നട്ടു, നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു. ഇനിയുമാണ് നമ്മുടെ കുറിവാക്യം 22-ാം. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ ഇപ്രകാരം പരീക്ഷിച്ചു. ശ്രദ്ധിക്കണേ, ആരാധന കഴിച്ചതിന് ശേഷം ദൈവം പരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ റജിപ്പാസ്ത്വെ പരിശോധിച്ചു എന്നാണ് അതിന്റെ ശരിയായ അർത്ഥം. പരിശോധിച്ചു. അതിനുശേഷം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആരാധന കഴിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, ആത്മാവിൽ ദൈവത്തിന്റെ മുമ്പാകെ മുട്ടുകുത്താൻ തയ്യാറാകുമെങ്കിൽ അടുത്ത നിമിഷം ദൈവത്തിന്റെ ശബ്ദം മാത്രമല്ല ചില ടെസ്റ്റുകൾ. അപ്പൊ നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ ടെസ്റ്റിന് വേണ്ടിയാണോ, പരിശോധനയ്ക്ക് വേണ്ടിയാണോ ദൈവശബ്ദം കേട്ട്? എന്തുകൊണ്ട് പരിശോധിച്ചു? ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചെറുപ്രായം മുതൽ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇതൊക്കെ നമ്മൾ കേട്ടതാണെങ്കിലും ഇന്ന് രാത്രിയിലും അതിൽ നിന്ന് ദൈവത്തിന് പുതിയത് ചില കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാനുണ്ട്. ഓരോ ദിവസവും ദൈവം പുതിയത് നമ്മളോട് സംസാരിക്കും. നോക്കൂ, ആരാധന കഴിച്ച ഭക്തനോട് ദൈവം പറയുക, എനിക്ക് നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം, എനിക്ക് നിന്നെ ഒന്ന് പരിശോധിക്കണം. സ്തോത്രം. ദൈവം അബ്രഹാമിനെ ഒന്ന് തെളിയിക്കാൻ പോകുക. അബ്രഹാമേ, നീ ആരാണ് എന്ന് എനിക്ക് ലോകത്തിന്റെ മുമ്പാകെ ഒന്ന് തെളിയിക്കണം. എങ്ങനെയാ തെളിയിച്ചത്? മകനെ ബലിയർപ്പിക്കുക, മകനെ യാഗം കഴിക്കുക. ദൈവം വേറെ ആരോട്ടും പറഞ്ഞില്ല മകനെ യാഗം കഴിക്കാൻ. മകനെ കൊണ്ട് മോറിയ ദേശത്തേക്ക് പോകണമെന്ന് അല്ലെങ്കിൽ വേറെ ആരോടും ദൈവം പറഞ്ഞില്ല. എന്താ സുന്നി അബ്രഹാമിനോട് മാത്രം ഇത് പറയാനുള്ള കാരണം? നമ്മളൊക്കെ ചിന്തിക്കത്തില്ലേ, കർത്താവേ, ആർക്കുമില്ലാത്ത പ്രതികൂലം, ആർക്കുമില്ലാത്ത കഷ്ടം, ആർക്കുമില്ലാത്ത വേദന, ആർക്കുമില്ലാത്ത അസ്വസ്ഥത, ആർക്കുമില്ലാത്ത ഫൈറ്റിംഗ് എന്തുകൊണ്ടാണ് നമുക്ക് മാത്രം വരുന്നത്? ഞാൻ തെളിയിക്കാം.
10ാം ക്ലാസ്സിൽ ഒരു കുട്ടി പഠിക്കുന്നു. അവൻ 10ാം ക്ലാസ്സിൽ പഠിച്ച് 1 വർഷം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് 11ലോട്ട് കയറുമോ റജി പാസ്റ്ററെ? ടെസ്റ്റ് ചെയ്യണം, എക്സാം എഴുതണം. അതിനുശേഷം അവൻ ബിരുദ വിദ്യാർത്ഥിയാകും. ഡിഗ്രിയിലേക്ക് പ്രവേശിക്കുമ്പോഴും അവിടെയും ടെസ്റ്റ് ഉണ്ട്, ചുമ്മാതെ കയറ്റിവിടില്ല. ടെസ്റ്റ് ചെയ്യുന്നത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് പരിശോധിക്കുന്നതാണ് ഈ ടെസ്റ്റ്. സ്തോത്രം. നമ്മുടെ വളരെ സ്ട്രെയിൻ എടുത്താ പാടിയത്, ഞാൻ പറയാൻ വിട്ടുപോയി. തന്റെ മദറും കഴിഞ്ഞ ചില ദിവസങ്ങളായി അസ്വസ്ഥരായിരിക്കുന്നു. എങ്കിലും ദൈവവേലയോട് കാണിക്കുന്ന ആ പ്രത്യേക താല്പര്യത്തെ ഞാൻ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ, ഇവിടെ എന്തിനാ ഫെബ ടെസ്റ്റ് ചെയ്യുന്നത്? ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ കുറച്ച് ചിക്കനോ മട്ടനോ ബീഫോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചോണ്ട് വരുന്നു, നെസ്റ്റോയിൽ നിന്ന് മേടിച്ചോണ്ട് വരുന്നു, അല്ലെ എവിടെ നിന്ന് മേടിച്ചോണ്ട് വരുന്നു. അത് ഡയറക്റ്റ് കഴിക്കുമോ മാത്യൂസ് ബ്രദറെ? ഇല്ല, ആരും കഴിക്കില്ല. അത് അടുപ്പത്ത് വെച്ച് പാകം ചെയ്ത് മുളകിട്ട് പിന്നെന്താ ബിനുവിടുന്നേ? മല്ലിയിടുവോ? എനിക്ക് ചിക്കനും വെക്കാൻ അറിയത്തില്ല, തോന്നുന്നു, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെയാന്ന് തോന്നുന്നു. അതിന്റെ കൂട്ടുചേരുവകളെല്ലാം ഞാൻ വെക്കത്തില്ലെങ്കിലും കാണാനൊക്കെ നിൽക്കും. അപ്പൊ അതൊക്കെ ഇട്ട് ഞാൻ സാറായിട്ട് പറഞ്ഞു നമുക്കിനി ഒന്ന് വെക്കണം എന്ന് പറഞ്ഞു. സാറ പറഞ്ഞു പപ്പ വെച്ചിട്ടൊന്ന് കഴിക്കാൻ. ഞാനും അതിനുവേണ്ടി തയ്യാറായിരിക്കുകയാണ്. അപ്പോ ഈ ചിക്കൻ ബീഫ് മട്ടൻ ഒക്കെ നേരെ മാത്യൂസ് പറഞ്ഞ നല്ലൊരു കുക്കാ. നമ്മുടെ ചർച്ചിലുണ്ട്, നമ്മുടെ സുനിലിനെ വളരെ നല്ല കുക്കാണ്, ഞാൻ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒത്തിരി പേരുണ്ട്, നമ്മുടെ റജി ഫിലിപ്പ് ഇവരെല്ലാം. ഞാനിപ്പോ സഹോദരന്മാർ വരുവാനും സഹോദരന്മാർ മോശമല്ലെന്നുള്ളതല്ല, സഹോദരന്മാരെക്കാൾ നല്ലതാണ് സഹോദരന്മാർ. ഞാൻ കഴിച്ചുകൊണ്ട് അനുഭവം കൂടെ പറയണമല്ലോ. അപ്പോ ഇത് അടുപ്പത്ത് വെച്ച് പാചകം ചെയ്ത് അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെ ഇടണോ അതിട്ടതിന് ശേഷമേ ഇത് പുറത്തു വന്ന് നമ്മൾ കഴിക്കുമ്പോഴാ പറയുന്നത് ഞാൻ ഇത് കഴിച്ചു, ഞാൻ ഇത് അനുഭവിച്ചു. അല്ലാതെ ഒരു ചിക്കനോ മട്ടനോ നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ എവിടുന്ന് മേടിക്കുന്നിടത്തു നിന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യാറില്ല. അപ്പോ ഒന്നാമത്തെ പോയിന്റ്, അബ്രഹാം ജയിച്ച ഒന്നാമത്തേത്, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകണം. നമുക്കറിയാം ചരിത്രം. അവിടെ ഒരു കാര്യവും ദൈവം പിന്നെ പറഞ്ഞില്ല. പിന്നെ അവിടെ ഒരു ദൈവശബ്ദം കേട്ടേയില്ല. അബ്രഹാം പോകണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നോക്കൂ, ഒരു വലിയ വീട്ടിൽ നിന്ന്, സംസ്കാരങ്ങളുടെ ഉറവിടമായൊരു വീട്ടിൽ നിന്ന്, ബിസിനസ്സിലുള്ള ഒരു വീട്ടിൽ നിന്ന്, ഒരു വലിയ പൈതൃകമുള്ള കുടുംബത്തിൽ നിന്ന് ഇറങ്ങി തിരിക്കാൻ പറഞ്ഞപ്പോ ഭക്തൻ ആ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ച് ചോദ്യം ചെയ്യാൻ നിന്നപ്പോ ഒന്നാമത്തെ ടെസ്റ്റ് പാസ്സായി. നോക്കണേ, ഇവിടെ അബ്രഹാമിന്റെ കയ്യിൽ അടുത്ത ഒരു സർട്ടിഫിക്കറ്റ് ദൈവത്തിന് കൊടുക്കണം. ആദ്യത്തെ ടെസ്റ്റ് പാസ്സായതിനു ശേഷം ദൈവത്തിന് അടുത്ത ഒരു സർട്ടിഫിക്കറ്റ് അബ്രഹാമിന്റെ കയ്യിൽ കൊടുക്കണം. മനസ്സിലായോ? അതിനു വേണ്ടി ലാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ദൈവം തീരുമാനിച്ചു. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേൾക്കണം. എന്ത് വേണം ശ്രേയ? ഫസ്റ്റ് എക്സാമിൽ ജയിച്ചു, കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഇറങ്ങി തിരിച്ചു. ദൈവത്തോട് ചോദ്യം ചോദിക്കാതെ ഭക്തൻ ഇറങ്ങി തിരിച്ചപ്പോ ദൈവം പറഞ്ഞു എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൂടെ കൊടുക്കണം. ആ ലാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അത് കൊടുക്കാൻ വേണ്ടി ദൈവം ഒരു ടെസ്റ്റ് ചെയ്യാൻ പോയി. അപ്പോ അബ്രഹാമിന് മാത്രമേ ആ ടെസ്റ്റിൽ ജയിക്കാൻ പറ്റത്തുള്ളൂ. അബ്രഹാമിന് അത് ജയിക്കാനുള്ള റേഞ്ച് അബ്രഹാമിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ദൈവം ആ ടെസ്റ്റ് അബ്രഹാമിന് കൊടുത്തത്. എന്താ ചെയ്തത്? ദൈവം വിളിച്ചൊരു വിളി, അബ്രഹാമേ എന്ന് വിളിച്ചു. ഇല്ലേ? നോക്കിയ 22:1. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അവിടെ നിർത്തണേ. അബ്രഹാമേ എന്ന് ഒറ്റ വിളിയെ വിളിച്ചോളൂ. ശ്രദ്ധിച്ചു കേൾക്കണേ, ഞാൻ ചില ആത്മീയ മർമ്മ പറയുന്നേ. ഒരു കൺഫ്യൂഷനും ആ വിളി
ഒരു ഇൻട്രൊഡ്യൂസും അബ്രഹാമിനെ ചെയ്തില്ല. ചെയ്തോ? ദൈവം എന്തെങ്കിലും അഭിസംബോധന ചെയ്ത അബ്രഹാമേ ഇത് ഞാനാ നീ സേവിച്ചതും നിന്നെ കഴിഞ്ഞ നാൾ വിളിച്ചതും ഇറക്കി തിരിച്ചപ്പോ എന്റെ ശബ്ദമൊക്കെ ഇതൊന്നും ദൈവം പറഞ്ഞില്ല. ദൈവം പറഞ്ഞു അബ്രഹാമേ, ഇതാ ദൈവവുമായിട്ട് ആരാധന കഴിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ അകത്ത് ദൈവശബ്ദം കേട്ടാൽ ഓൺ ദ സ്പോട്ടിൽ തിരിച്ചറിയാൻ കഴിയും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ഇന്ന് രാത്രി അതിനൊരു ആത്മീക കരുത്ത് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ദൈവശബ്ദം കേട്ടാൽ എനിക്ക് തിരിച്ചറിയണം. എന്താ പറഞ്ഞത് സിസ്റ്റർ? അടിയൻ ഇതാ, കണ്ടില്ലേ അവിടെ പറയുന്നു, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ, ഐ ആം റെഡി എന്നാ പറയുന്നത്. അത്ര ഒരു ആഴമായ ബന്ധം ഇന്ന് രാത്രി നാമും ദൈവമായിട്ടുണ്ടോ? ശാന്തമായിട്ടൊന്ന് ചിന്തിക്കണേ. ഞാൻ ഇതാ, ഐ ആം റെഡി എന്ന് പറയുന്ന ഒരു പ്രത്യേക തലത്തിലേക്ക് നമ്മളും ദൈവമായിട്ടുള്ള ബന്ധത്തെ ഇന്ന് രാത്രി ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഏത് സമയവും ദൈവത്തിന് സംസാരിക്കാൻ അബ്രഹാമിന്റെ അടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഒറ്റ പ്രാവശ്യം വിളിച്ചോളൂ. അതാ ഞാൻ ഈ പറഞ്ഞത്. ഇനി ഞാനൊരു കാര്യം പറയാം. മറ്റൊരു ഇടത്ത് ഒരു ലേഡിയുടെ അടുത്ത് ദൂതം വന്നു. നിങ്ങൾക്ക് ചരിത്രമല്ല അറിയാം. ആരുടെ അടുത്താണ്? മറിയയുടെ അടുത്ത് ദൂതം വന്നു. സാധാരണ ഒരു ദൂതം വരുമ്പോ പലരും ഭയപ്പെട്ടിട്ടുണ്ട്, അല്ലേ പാസ്റ്റർ റെജി തോമസ്? പക്ഷെ മറിയ ഭയപ്പെട്ടില്ല. ഒരു മനുഷ്യനോട്, ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ മറിയ ദൂതനോട് സംസാരിക്കുക. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? മറിയ പ്രാർത്ഥിക്കുന്ന സ്ത്രീയായിരുന്നു, ദൈവത്തെ ആരാധിക്കുന്ന സ്ത്രീയായിരുന്നു. നോക്കണേ, ദൂതം വന്നപ്പോ മറിയ വ്യക്തിപരമായി സംസാരിച്ചു. ഇനിയും അടുത്ത ഭാഗത്തേക്ക് ഞാൻ പോവുകയാണ്. ദൈവത്തിന്റെ സംസാരം എപ്പോഴും ഉണ്ടാവണമെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കണം. അടുത്ത ദൈവം എന്താ പറഞ്ഞേ? 2-ാം വാക്യത്തിൽ ദൈവം എന്താ പറഞ്ഞേ? ഉൽപ്പത്തി പുസ്തകം 22:2. അപ്പോൾ അവൻ നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. മതി, താങ്ക് യു. ഞാൻ ഓരോ വാക്യം വായിപ്പിക്കുന്ന ഓരോ വെളിപ്പാടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ കേട്ടോ ഇതാ അബ്രഹാം അബോധാവസ്ഥയിലായിട്ടല്ല ഇത് തെളിയിക്കാൻ വരുന്നത്. ശ്രദ്ധിക്കണേ, ദൈവം പറയുകയാണ്, ഇസഹാക്കെ, അബ്രഹാമെ, നീ ചെയ്യേണ്ടത് നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനെ ഇസഹാക്കിനെ, കണ്ടോ 3 പദങ്ങൾ. അപ്പൊ അബ്രഹാമിന് ഇസഹാക്കിനോടുള്ള സ്നേഹത്തിന്റെ പാരമ്യം തൊട്ടുണർത്തി. ആ വികാരം എത്രയുണ്ടോ അത് അത്രയും ദൈവം തൊട്ടുണർത്തിയിട്ട് പിന്മാറുമോ ഇല്ലയോ എന്ന് ദൈവം ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഞാൻ പറയുന്നൊരു വെളിപ്പാടാ. നമ്മളൊക്കെ ചിന്തിക്കരുത്, അല്ലെ പകുതി മനസ്സോടെയാണ് പകുതി അബോധാവസ്ഥയിലാണ് കൊണ്ട് യാഗം കഴിച്ചതെന്ന് തെറ്റിദ്ധരിക്കരുത്. ദൈവം എന്താ ചെയ്തതെന്നറിയാമോ? ദൈവം ഈ മൈൻഡിനെ അങ്ങ് ഉണർത്തിയിട്ട് പറയുന്നു, അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതൻ ഇസഹാക്ക്. കണ്ടോ, 3 പദം വളരെ സ്ട്രെയിൻ ചെയ്തിട്ട് ദൈവാത്മാവ് ഉണർത്തി അങ്ങോട്ട് വിട്ടു. എപ്പോഴേലും ഒന്ന് പവറോന്ന് അറിയാൻ വേണ്ടി. നീ സ്നേഹിക്കുന്ന, അല്ലേ? നമുക്കിനി 25 പിള്ളേരുണ്ടെങ്കിലും നമ്മൾ ആരെങ്കിലും ഇങ്ങനെ തയ്യാറാകും. അതും നീ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞിന്റെ, നമ്മുടെ ഏതെങ്കിലും കുഞ്ഞിന്റെ കൈ മുറിഞ്ഞാൽ അപ്പനും അമ്മയ്ക്കും എന്തോ ടെൻഷനാ, അല്ലേ? ഒരു ചെറിയ പനി വന്നോ, അങ്ങനൊന്നുമില്ല ആർക്കും. ഉണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കാരണം എനിക്കിപ്പോ ഒരു തലവേദന വന്നെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ കൊണ്ടൊന്നും പറയത്തില്ല. ഞാൻ ഇത്രയും പ്രായമായിട്ടും, ഒത്തിരി പ്രായമൊന്നുമില്ല എങ്കിലും എൻ്റെ മദറിനൊക്കെ ഭയങ്കര ടെൻഷനാണ്. ഞാൻ ചുമ്മാ പറഞ്ഞല്ല. അപ്പൊ ഇവിടെ നോക്കൂ, അട്ടി ഉണർത്തിയിട്ട് പരിശുദ്ധാത്മാവ് ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ. നിന്റെ മകൻ ഇസഹാക്ക്,
ഈ വികാരം അങ്ങോട്ട് പരിശുദ്ധാത്മാവ് അബ്രഹാമിലേക്ക് തൊടുത്തു വിട്ടു. അവിടെങ്കിലും മനസ്സ് പതറുമെന്നറിയാൻ. കണ്ടോ? എന്നിട്ട് ഞാൻ കൽപ്പിക്കുന്ന ഇടത്ത് നീ പോയി ബലി കൽപ്പിക്കണം, അവനെ ബലിയർപ്പിക്കണം. കൽപ്പിക്കുന്ന ഇടത്ത് അതിലേക്ക് ഞാൻ വരാം. അപ്പോ നാം ആണ് എന്ത് ചെയ്യും? സുമി പോ പിശാചി എന്ന് പറയും, ഇല്ലേ? എന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാ, ദൈവം അങ്ങനെയൊക്കെ പറയോ? ദൈവം തന്നിട്ട് അതിനെ വെട്ടി നുറുക്കാൻ ദൈവം പറയുമോ? ഇത് തിരിച്ചറിയണം. ദൈവശബ്ദമാണോ അല്ലയോ? നമ്മൾ പറയാൻ ശാസിക്കും, അല്ലേ? യോ എന്തോ ദൈവം ഒരിക്കലും അങ്ങനെ പറയില്ല. ബിജു പാസ്റ്ററെ, ഞാനും പറയത്തില്ലേ, പോ പിശാചി. പിശാചിന്റെ തന്ത്രമാ. ദൈവം തന്നതിനെ വെട്ടി നുറുക്കാൻ പറയുമോ? പിശാചിനെ ശാസിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? 3 ദിവസം ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിക്കും. പാസ്റ്ററിനെ വിളിച്ചിട്ട് അവിടോട്ട് പ്രാർത്ഥന നടത്തും. ഇതൊന്നും അബ്രഹാം ചെയ്തില്ല. അബ്രഹാം തിരിച്ചറിഞ്ഞു ദൈവശബ്ദം. അബ്രഹാമിന് അറിയാം തന്നെ മേൽ വെളിപ്പെടുത്തിയ ശബ്ദം ഉയർത്തിലെയാ. പിശാചിന്റെ ശബ്ദം അബ്രഹാമിന് അറിയാം. അതുകൊണ്ട് അബ്രഹാം തിരിച്ചറിഞ്ഞേ. ഈ രാത്രി ഞാനൊരു ആത്മീക മർമ്മം പറയുന്നു. ദൈവശബ്ദം തിരിച്ചറിയാൻ ഒരു വിവേചനപരം വേണം. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനാണ് എന്ന് വ്യക്തമായൊരു വെളിപ്പാടങ്ങനെ നിന്ന് വിളിക്കുമ്പോൾ, അതാ അബ്രഹാമെ എന്ന് വിളിക്കുമ്പോൾ ഇതാ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അബ്രഹാം. ശ്രദ്ധിക്കണം ആ നിമിഷം. ഇനിയും ശ്രദ്ധിക്കൂ. ഈ ദൈവശബ്ദം കേട്ടു, നിന്റെ മകൻ ഏകജാതൻ ഇസ്ഹാക്കിന്. അവിടെ മുതൽ അബ്രഹാം മൗനമായി. എന്തുകൊണ്ട് മൗനമായി? എപ്പം മൗനം വെടിഞ്ഞു എന്നുള്ളതൊക്കെ നീ ചിന്തിക്കാൻ പോയി. സമയത്ത് നിർത്താം. എങ്കിലും ചില പോയിന്റുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കർത്താവ് എനിക്ക് നിയോഗം തന്നിട്ടുണ്ട്. അടുത്ത നിമിഷം മുതൽ അബ്രഹാം മൗനമായി. ദൈവത്തിന്റെ അരുളപ്പാട് ഇങ്ങനെയായിരുന്നു: അബ്രഹാമേ, നീ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? 3-ാം വാക്യം. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും തന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. 5 കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. 1, അതിരാവിലെ എഴുന്നേറ്റു. ദൈവശബ്ദം കേട്ടവൻ പകൽ 12 മണി വരെ കിടന്നുറങ്ങിയില്ല. അല്ലേ? പേശിട്ടാൽ അന്ന് ഞാൻ പറഞ്ഞില്ല. ഇനി അടുത്ത അതിലേക്ക് ഈ രാവിലെ തന്നെ എഴുന്നേറ്റു. രാവിലെ ആരാധനയ്ക്ക് 10 മണിക്ക് ദമാമിൽ ആരാധന ഉണ്ടെങ്കിൽ നമ്മൾ 10:30ക്കല്ലേ എഴുന്നേക്കുന്നത്? ദമാമിലല്ല, സോറി, മാനിയത്ത് പ്രതിഭാസ പണങ്ങല്ല. മാനിയത്തിൽ എല്ലാവരും ഇല്ല. ആരെങ്കിലും ഉണ്ടോന്നും എനിക്കറിയത്തില്ല. എന്താന്ന് അങ്ങനെ വരുന്നത്. 8 മണിക്ക് ചർച്ച വരണമെന്ന് പറയാം. 7:15 വരെ ബ്ലാങ്കറ്റ് അങ്ങോട്ട് മൂടി എഴുന്നേക്കടാ എഴുന്നേക്ക്. അങ്ങനെയാണോ? ഇവിടെ കണ്ടോ? ആദ്യകാലത്ത് എഴുന്നേറ്റു. നോക്കൂ, മാഗ്ദൽ മറിയ ഉൾപ്പെടെ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ ഒരുക്കിയ സുഗന്ധവർഗവുമായി ആരാധനയ്ക്ക് ഒരുക്കമുണ്ട്. അതിരാവിലെ എഴുന്നേൽക്കണം. സ്തോത്രം. ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പ് ഒരു 15-20 മിനിറ്റെങ്കിലും കർത്താവേ, ഇന്ന് ആരാധനയിൽ ദൈവശക്തി ഇറങ്ങണമേ. വീട്ടിലിരുന്ന് കത്തണം. കത്തിയിട്ട് പള്ളിയിലോട്ട് വരണം. അപ്പൊ തന്നെ കത്തും. നമ്മൾ പള്ളിയിൽ വന്ന് കത്തിക്കാൻ നോക്കുമ്പോൾ ആശീർവാദവും കഴിയും. സ്തോത്രം. നിർത്തുന്നു അവിടെ. 5 കാര്യങ്ങൾ. 1, അതിരാവിലെ എഴുന്നേറ്റു. 2, കഴുതയ്ക്ക് കോപ്പിട്ടു, ഒരുക്കം. 1 അതിരാവിലെ എഴുന്നേൽക്കണം. കോപ്പിട്ടു എന്ന് പറഞ്ഞാൽ ഒരുക്കം കത്തെ കാണിക്കുന്നു. 3, ബാല്യക്കാരെ കൂട്ടി. 4, ഇസഹാക്കിനെ കൂട്ടി. 5, യാത്ര തുടങ്ങി. 1, അതിരാവിലെ എഴുന്നേറ്റു. 2, കഴുതയ്ക്ക് കോപ്പിട്ടു. 3, ബാല്യക്കാരെ കൂട്ടി. 4, ഇസഹാക്കിനെ കൂട്ടി. 5, യാത്ര തുടങ്ങി. 3-ാം ദിവസം ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. എത്ര ദിവസത്തെ യാത്രയാ? 3 ദിവസത്തെ യാത്ര. ഇനി ഞാൻ പറയുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ചേക്കണം. 3 ദിവസത്തെ യാത്ര. ഒരു ദിവസം എത്ര മണിക്കൂറാ ഗ്ലോറിയ?
24. 3 ദിവസം ആകുമ്പോ 24 into 3 72 years. കറക്റ്റ് ആണോ? എനിക്ക് കണക്കിനൊക്കെ വളരെ മോശമായ മാർക്കാണ് കിട്ടിയത്, എങ്കിലും ചിലതൊക്കെ കാണാതറിയാം. 24 into 3 72 മണിക്കൂർ. കറക്റ്റ് അല്ലേ? പക്ഷെ ഈ 72 മണിക്കൂർ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് ആത്മീയ വെളിപ്പാടാണ് പറയുന്നത്. 3 ദിവസത്തെ യാത്ര, 72 മണിക്കൂർ. ഈ 72 മണിക്കൂറിൽ ദൈവത്തോട് അബ്രഹാം ഒരു വാചകവും അപേക്ഷിച്ചില്ല. ദൈവമേ, ഇത് മാറ്റിത്തരണമേ, ഇത് സഹിപ്പാനുള്ള കരുത്ത് തരണമേ, ദൈവമേ എനിക്ക് പിടിച്ചു നിൽക്കാൻ ശക്തിയില്ല. ഒറ്റ വാക്കും ഈ 72 മണിക്കൂറിൽ ദൈവത്തോട് അബ്രഹാം സംസാരിച്ചില്ല. സംസാരിച്ചെങ്കിൽ ഈ തിരുവെഴുത്തിൽ അങ്ങനെ തന്നെ എഴുതി വെച്ചേനെ. എന്തുകൊണ്ട് സംസാരിച്ചില്ല എന്നുള്ളത് ഞാൻ തെളിയിക്കാൻ പോയി. നോക്കണേ, അവിടെ എഴുതിയിട്ടുമില്ല ദൂതന്മാർ ഇറങ്ങി അബ്രഹാമിനെ ബലപ്പെടുത്തിയെന്നും വിശുദ്ധ ബൈബിൾ എഴുതിയിട്ടില്ല. ഈ 72 ഹവേഴ്സ് കത്തി എടുക്കുന്നിടം വരെ ഒറ്റ ദൈവശബ്ദം അബ്രഹാം കേട്ടില്ല. മുമ്പായിരിക്കും പ്രിയമോൾ ഫേബിയാന്ന് പറഞ്ഞത്, ചിലപ്പോൾ ദൈവശബ്ദം എപ്പോഴും കേൾക്കില്ല, ദൈവത്തിന്റെ റിസൾട്ട് എപ്പോഴും വരില്ല, ദൈവത്തിന്റെ എപ്പോഴും വരില്ല. കളഞ്ഞതല്ല, ദൈവം കരുണ കാണിക്കാൻ വിട്ടുപോയതല്ല, ദൈവം നിന്നെ ഉപേക്ഷിക്കുന്ന സമയമല്ല. എന്താണ് ആ ടൈം എന്നാണ് ഞാൻ ഇനി പറയാൻ വരുന്നത്. 72 മണിക്കൂർ ഒറ്റ ദൈവശബ്ദം അബ്രഹാം കേട്ടില്ല. അബ്രഹാമേ, ഞാൻ കൂടെ ഉണ്ടെന്നും, അബ്രഹാമേ ആ സമയത്ത് ഞാൻ ഇറങ്ങി വരാമെന്നും ഒറ്റ ശബ്ദം. നമ്മളാണെങ്കിൽ ടെൻഷൻ അടിച്ച്, ഇല്ല ബിനു എപ്പോഴേ കട്ടിൽ നിന്ന് വീണുപോയി. ബിനു സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. നോക്കൂ, ചെറിയൊരു പ്രശ്നം വന്നാൽ 25 ദിവസം എഴുന്നേക്കോ? ഇല്ല. ഞാനീ പറഞ്ഞത് അബ്രഹാമിന്റെ ഈ യാത്രയിൽ ഒറ്റ സമയം പോലും ദൈവശബ്ദം കേട്ടില്ല. എന്താ ദൈവം മൗനമായിരുന്നത്? എന്തുകൊണ്ട് ദൈവം ശക്തിക്കാൻ ഇറങ്ങി വന്നില്ല? പറയും. ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവത്തിന് പറയാറ് മറുപടി, എനിക്ക് അബ്രഹാമിനെ നല്ലവണ്ണം അറിയാം, അബ്രഹാമിന് എന്നെയും നല്ലവണ്ണം അറിയാം, അതുകൊണ്ടാണ് അബ്രഹാം അതുവരെ മൗനമായിരുന്ന 3 days. എന്നാൽ ദൈവം പറയുന്നു, എനിക്ക് അബ്രഹാമിനെ അറിയാം, അബ്രഹാമിന് എന്നെയും അറിയാം. പ്രൈസ് ടു ജീസസ്. ഇത് മനസ്സിലായോ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് അബ്രഹാം പരാജയത്തിന്റെ ഒരു വാക്കും പറയാഞ്ഞത്. ദൈവാത്മാവ് പറയുന്നു, അതുകൊണ്ടാണ് ഞാൻ അബ്രഹാമിന്റെ അടുത്ത് ദൂതനെ വിട്ട് ബലപ്പെടുത്തേണ്ട ആവശ്യതയില്ലെന്ന് എനിക്ക് മനസ്സിലായത്. നിന്റെ കുടുംബം പോകുന്ന പ്രതികൂലത്തിന്റെ അവസ്ഥയിൽ ദൈവശബ്ദം കേട്ടില്ല ആ പർട്ടിക്കുലർ മൂമെന്റിൽ എന്നോർത്ത് നീ ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. ദൈവ
ഈ രാത്രി ഞാൻ പറയട്ടെ, സങ്കീർണമായ ചില പ്രശ്നങ്ങൾ കടന്നു പോകുന്ന ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ള, നമുക്ക് നമ്മുടെ ദൈവത്തെ അറിയാം. ആ ദൈവം ആരാന്ന് കഴിഞ്ഞ മിനിറ്റ് വരെ നമ്മളോട് കൂടെ ഇരുന്ന ദൈവം ഇന്നിന്റെ ദൈവമാണ്. നാളെയും ആ ദൈവത്തിന്റെ സാന്നിധ്യം എനിക്കറിയാമെന്ന് വിശ്വസിക്കുന്നവർ നിങ്ങളുടെ വലങ്കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു മാസ്റ്റർ, താങ്ക് യു മാസ്റ്റർ, താങ്ക് യു മാസ്റ്റർ. ഞാൻ അടുത്ത ചിന്തയിലേക്ക് വരാം. ദൈവത്തെ അറിയേണ്ടതുപോലെ തന്നെ അബ്രഹാം അറിഞ്ഞു. ഇനിയും അബ്രഹാം മോറിയ ദേശത്തേക്ക് നടന്ന് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അബ്രഹാമിനെ അറിയാവുന്ന ദൈവം മോറിയ മലയിലേക്ക് നീങ്ങാനിടയായി തീർന്നു. ഈ രാത്രി ഞാൻ പറയട്ടെ, നീ നടന്നടുക്കുമ്പോൾ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് കേട്ട സ്ഥലത്തേക്ക് നീ പോകുമ്പോൾ തന്നെ നിന്നോട് പറഞ്ഞ ദൈവവും അവിടേക്ക് ഇന്ന് രാത്രി കടന്നു വരാൻ പോവുക. നിന്റെ പ്രശ്നത്തിന്റെ അടുത്തേക്ക്, നിന്നോട് ദൈവ ശബ്ദം കേൾപ്പിച്ച അടുത്തേക്ക് നീ ചെല്ലുമ്പോൾ തന്നെ ദൈവം അവിടേക്ക് ഇറങ്ങി വന്നു. സ്തോത്രം. എന്നിട്ട് ഇനിയും 22-ാമത്തെ 5-ാം വാക്യം വായിക്കും. അടുത്തൊരു ചിന്ത ഞാൻ പറയാം. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കരുതിയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു. അവിടെ കണ്ടോ, ഇവർ ഇത്രയും പേര് ഇറങ്ങി തിരിച്ചു. ഇവിടെ വന്നപ്പോ അബ്രഹാം ബാല്യക്കാരോട് പറയുകയാണ്, നിങ്ങൾ ഇവിടെ നിൽക്കാൻ, ഞാനും ബാലനും പോയി ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം. നിർത്തേണ്ടതുപോലെ നിർത്താൻ ഒരാത്മീയ കരുത്ത് നമുക്കുണ്ടാവണം. ദൂത് മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നിർത്തേണ്ടടുത്ത് നിർത്തേണ്ടതുപോലെ നിർത്താൻ ഒരാത്മീയ അതോറിറ്റി ദൈവസഭ ഈ ദിവസങ്ങൾ ഏറ്റെടുക്കണം. എല്ലാത്തെയും കൂടെ പിടിച്ചോണ്ട് വരരുത്. ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പ് വിടേണ്ടത് ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ച്, മാറ്റി നിർത്തേണ്ടത് മാറ്റി നിർത്തി, വേണ്ടാന്ന് വെക്കേണ്ടത് വേണ്ടാന്ന് വെച്ച്, ആരാധനയ്ക്ക് വരുമ്പോ ഒരു കയ്യിൽ മൊബൈൽ, അതിന്റെ ഇടയിൽ വാട്സപ്പ് ചാറ്റിംഗ്, ചീറ്റിംഗ്, ഇതിന്റെ ഇടയിൽ മെസ്സേജുകൾ നോക്കുക. പ്രൈസ് പറയുന്നത് ക്ഷമിക്കണമേ, ദൈവത്തിന് ഇത് ഇഷ്ടമല്ല. നോക്കൂ, പൂർവ്വപിതായ അബ്രഹാം ബാല്യക്കാരോട് സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷേ ആരാധനയ്ക്ക് പോകേണ്ടവർ പോകും. നിർത്തേണ്ടതിനെ, ഞാൻ ഒന്നുകൂടെ പറയാം, നിർത്തേണ്ടടുത്ത് നിർത്തേണ്ടതുപോലെ നിർത്താൻ ഇന്ന് രാത്രി നമ്മൾ തയ്യാറാകണം. ഒരാത്മികൻ തയ്യാറാവണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ അമ്പുരാൻ ചോദിപ്പിച്ച റെജി പാസ്റ്റർ. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. ഇസഹാക്ക് ചോദിച്ച ചോദ്യം, അപ്പാ എല്ലാം റെഡിയാണ്, ആട്ടിൻകുട്ടി എവിടെ? അടുത്ത ഒരു പരീക്ഷയാണ് അവിടെ വന്നത്. നോക്കൂ, മകനെ കൊണ്ട് പിതാവായി ദൈവം തന്നെ ചോദിപ്പിച്ചതാ. മോനെ, അടുത്ത ചോദ്യം നീ ചോദിക്ക്. ഞാൻ ചോദിച്ചടുത്ത് അബ്രഹാം ജയിച്ചു. അടുത്ത നിന്നെ കൊണ്ട് അടുത്ത ചോദ്യം, അപ്പ ബാക്കിയെല്ലാം ഉണ്ട്, കുഞ്ഞാട് എവിടെ? ഇത് ദൈവത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ആ ടെസ്റ്റിലും അബ്രഹാം 100 മാർക്ക് മേടിച്ചു. ദൈവ ശബ്ദം കേട്ടവൻ വിളിച്ചു പറയുന്നു, മകനെ, യഹോവ കരുതിക്കൊള്ളും. ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവ ശബ്ദം കേട്ടവന്റെ ഭാവി, അവന്റെ തലമുറയുടെ ഭാവി, അവന്റെ കുടുംബത്തിന്റെ ഭാവി ഈ രാത്രി കരുതാൻ കഴിവുള്ള ഒരു ദൈവത്തെയാ നമ്മൾ സേവിക്കുന്ന. ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയാൻ എനിക്ക് നിയോഗമുണ്ട്. ദൈവ ശബ്ദം കേട്ടവന്റെ കരുതൽ ഇന്ന് രാത്രി സ്വർഗത്തിന്റെ ഉത്തരവാദിത്തമാണ്.
പ്രൈസ് ടു ജീസസ്. നിങ്ങളുടെ കുടുംബത്തിൻ്റെതാകട്ടെ റജി പാസ്റ്ററെ, വ്യക്തിപരമാകട്ടെ, ദൈവസഭയുടേതാകട്ടെ റജി ഫിലിപ്പെ, ഇന്ന് രാത്രി വിളിച്ചു പറ, ഞാൻ ദൈവ ശബ്ദം കേട്ടെങ്കിൽ എന്റെ കംപ്ലീറ്റ് കാര്യവും കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാരപ്പണ്ണ മിനിയബി, ഇന്ന് രാത്രി വിളിച്ചു പറ, എന്റെ ഭാവി, എന്റെ കുടുംബത്തിന്റെ ഭാവി, എന്റെ തലമുറകളുടെ ഭാവി, എന്റെ ആത്മിക ജീവിതം പറയാൻ പറ്റുമോ ഈ രാത്രി? സോബി തോമസെ, ധൈര്യമായി വിളിച്ചു പറ, കരുതുന്ന ഒരു ദൈവമുണ്ട്. ഇല്ലേ സിസ്റ്റർ ബിന്ദു? ഈ രാത്രി ആരൊക്കെ ഭാരത്തിലായിരിക്കുന്നു? ധൈര്യത്തോടെ 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 ബെൻസാം ഫാമിലി വിളിച്ചു പറയാൻ കഴിയണം. ഫെബ, മാറ്റിസ്പെറോ, എല്ലാവരും ഒന്ന് പറയണം. ബിബിൽ, എന്റെ ഭാവി, ഞാൻ ദൈവ ശബ്ദം കേട്ട് പറയാൻ പറ്റുമോ? എന്റെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമാ. കാരണം ഞാൻ ദൈവ ശബ്ദം കേട്ടതാ. ദൈവ ശബ്ദം കേട്ട യഹോവ നോക്കിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനിയും ദൈവം കൽപ്പിച്ച സ്ഥലത്ത് അവരെത്തി. കൽപ്പിച്ച സ്ഥലത്ത് വന്നപ്പോൾ എണ്ണം ചുരുങ്ങി. നോക്കൂ, ബാല്യക്കാരുണ്ടോ അവിടെ? ഉണ്ടോ റജി പാസ്റ്റർ? ബാല്യക്കാരില്ല. ഞാൻ വിളിച്ചു പറയട്ടെ, നീ എത്തുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, അതുവരെ കൂടെ ഉള്ളവർ കാണില്ല, അത് ഇറങ്ങി തിരിച്ചവർ കാണില്ല. ഹല്ലേലൂയ. പലരും മാറും, പക്ഷേ ദൈവം മാറില്ല. പലരും കൂടെ വരില്ല, പക്ഷേ അവിടെ കൂടെ വരുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ എനിക്ക് നിങ്ങളോട് വിളിച്ചു പറയാൻ നിയോഗമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിയല്ലേ ഷിജി പറഞ്ഞേ? തുടക്കത്തിൽ ബാല്യക്കാരും എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ദൈവം നിശ്ചയിച്ച സ്ഥലത്ത് വന്നപ്പോൾ പലരുമില്ല. ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, പക്ഷെ അവിടെയും ഇറങ്ങി വരുന്ന ഒരു ദൈവം. ഇനി അടുത്തൊരു ചിന്ത, ഈ പൈതലിനെ ഞാൻ കഴിക്കാൻ പോകുകയാണ്. അപ്പൊ 72 മണിക്കൂറിനുള്ളിൽ 2 സംസാരങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, അബ്രഹാം സംസാരിച്ച സംസാരം എന്തായിരുന്നു? ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കുകയും. രണ്ടാമത്തെ സംസാരം എന്താണ്? യഹോവ കരുതിക്കൊള്ളും. 2 സംസാരമാണ് ഈ 72 ഇയേഴ്സിനുള്ളിൽ, 72 ഹവേഴ്സിനുള്ളിൽ അബ്രഹാമിന്റെ വായിൽ നിന്ന് വന്നത്. സ്തോത്രം. ഇനി അടുത്തത്, ഈ കുഞ്ഞെന്ന് പറയാൻ പറ്റില്ല, ഈ ഇസഹാക്കിന് വേദ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ 20 വയസ്സിന്മേലുണ്ട്, ഏകദേശം 30 വയസ്സുണ്ടെന്നാ പറയുന്നത്. ഈ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് വിറകടുക്കി സ്വർഗം അവിടേക്ക് ഇറങ്ങി വന്നു. കാരണം അബ്രഹാമിന് വിഷയം ഉടമ്പടിയാ. ദൈവത്തോട് ഉടമ്പടി ചെയ്താൽ പിന്നെ മാറത്തില്ല, എന്ത് വന്നാലും. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വരുമ്പോ നിങ്ങൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ അടുത്ത് കേരളത്തിലൊക്കെ വരുമ്പോ അവരുടെ കൂടെ ബ്ലഡ് ബാങ്കിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അറിഞ്ഞു പാസ്റ്ററെ? ഉണ്ട്. എന്തിനാണെന്നറിയാമോ? പ്രൈം മിനിസ്റ്റർ എന്തെങ്കിലും അപകടം പറ്റിയാൽ അല്ലെങ്കിൽ ആരെങ്കിലും വെടിവെച്ചാൽ ബ്ലഡ് പോയി കഴിഞ്ഞാൽ കൊടുക്കാൻ ബ്ലഡ് ഗ്രൂപ്പുമായി, അദ്ദേഹത്തിന്റെ സെയിം ഗ്രൂപ്പുമായി ആൾക്കാരെ സജ്ജരാക്കി നിർത്തിയിട്ടുണ്ട്. ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട്. ഇതുപോലെ മോറിയ ദേശത്തെ മലയിൽ ദൈവം കംപ്ലീറ്റ് സന്നാഹവുമായി ഇറങ്ങി വന്നു. ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. കാരണം നീ ദൈവത്തിന്റെ പൈതലാണോ? നീ പോകുന്ന അവസ്ഥയിൽ ലാസ്റ്റ് സെക്കൻഡ് സ്വർഗം നിനക്ക് വേണ്ടി സ്വർഗം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, സർവസന്നാഹവുമായി ഇറങ്ങി വരുന്ന പ്രത്യേക രാത്രിയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇനി 3 ചോദ്യം ഹല്ലേലൂയ ഇസഹാക്കിനോട് ചോദിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ല, കുറഞ്ഞ 20 വയസ്സിന് മേളിലുണ്ട്, ഏകദേശം 30 വയസ്സുണ്ടെന്നാണ് വേദപണ്ഡിതന്മാർ പറയപ്പെടുന്നത്. അത് ഞാൻ അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കും. ഇസഹാക്കിനോട് ചോദിക്കും, ഇസഹാക്കേ, നിനക്ക് കരുത്തില്ലേ? നീ എന്താ കുതറിയോടാഞ്ഞേ? നീ എന്താ അപ്പനെ തള്ളി മാറ്റാഞ്ഞേ? ചോദ്യം മനസ്സിലായോ? 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ 20 വയസ്സ് കൂട്ടിക്കോ, 25 കൂട്ടിക്കോ. 25 വയസ്സുള്ള ചെറുപ്പക്കാരനോട് ചോദിക്കുക, നീ എന്താ അപ്പനെ തള്ളി മാറ്റി ഓടാഞ്ഞേ? ബലം നിനക്ക് പ്രയോഗിച്ചുകൂടെ? നിനക്ക് ശക്തിയില്ലേ?
ഇസഹാക്ക് പറയും, ബിജു പാസ്റ്ററെ, എനിക്ക് ശക്തിയുണ്ട്, ആരോഗ്യമുണ്ട്, കുതിര ഓടാൻ പറ്റും, പക്ഷേ എന്റെ ജീവനേക്കാൾ വലുതാണ് എനിക്ക് അപ്പനോടുള്ള സ്നേഹം. അപ്പന്റെ കമ്മിറ്റ്മെന്റ് ഞാൻ കണ്ടു വളർന്നവനാ. അതുകൊണ്ട് എനിക്ക് അപ്പന് ദൈവത്തോടുള്ള സ്നേഹം, അതാണ് എന്റെ ജീവനേക്കാൾ വലുതായി ഞാൻ കണക്കാക്കുന്നത്. ഈ രാത്രി ഒന്ന് മനസ്സിലാക്കി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? നമ്മുടെ തലമുറകൾ ഇന്ന് രാത്രി അതൊന്ന് കാണണം. പ്രൈസ് ദി ലോർഡ്. തലമുറകൾക്കൊന്നും പല അരുതുകളും ഇഷ്ടമല്ല. ഇന്നത് ചെയ്യരുത്, ഇന്നത് പോവരുത്, ഇന്നത് നോക്കരുത്. അരുതുകളുടെ ഒത്തിരി ഭാഗങ്ങളുണ്ട്. തിരുവെഴുത്തിലാണ് പറയുന്നത്. ഇവിടെ നോക്കൂ, ഇസഹാക്ക് ശക്തനായ ഒരു മനുഷ്യനായിരുന്നു. ആ ഇസഹാക്കിന് ബലം പ്രയോഗിക്കുവാൻ. പക്ഷെ ഇസഹാക്ക് പറയും, എന്റെ ബിജു പാസ്റ്ററെ, എന്റെ അപ്പന് ദൈവത്തോടുള്ള ആ സ്നേഹം ഞാൻ ആ വീട്ടിൽ നിന്ന് കണ്ട് പഠിച്ചു വന്നപ്പോ ഞാൻ എങ്ങനെ കുതറിയോടുന്നേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പനെ കണ്ട് പഠിക്കണം മക്കൾ. അപ്പന്മാർ മാതൃകയാവണം, അമ്മമാർ മാതൃകയാവണം. അപ്പന്റെ കമ്മിറ്റ്മെന്റ് ഏറ്റവും വലുതാണ്. അത് കണ്ടിട്ട് പറയുക, എനിക്കതാ വലുത്. സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ, സ്വന്തം മകനേക്കാൾ ദൈവത്തെ സ്നേഹിച്ച ഒരപ്പൻ. സ്തോത്രം, ഹല്ലേലൂയ. ഇനി എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? സ്വർഗം സർവസ്നേഹമായി ഇറങ്ങി വന്നു. അടുത്ത ഒരു റിഹേഴ്സലാണ് ഇവിടെ നടന്നത്. വർഷങ്ങൾക്ക് ശേഷം ഒരു പിതാവ് ഒരു മകനെ കാൽവറിയിൽ യാഗമർപ്പിക്കാൻ കൊടുക്കാൻ പോകുക. ആ പിതാവിന്റെ ഹൃദയത്തിന്റെ വേദന ലൈവായി മനസ്സിലാക്കാൻ വേണ്ടി സ്വർഗസ്ഥനായ പിതാവ് മോറിയ ദേശത്തേക്ക് ഇറങ്ങി വന്ന മലയിൽ. കാരണം എന്റെ ഓമനക്കുമാരനെ ചില വർഷങ്ങൾക്ക് ശേഷം ഇഞ്ചിഞ്ചായി നുറുക്കപ്പെടാൻ, വെട്ടി നുറുക്കപ്പെടാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ പിതാവിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം, വേദന മനസ്സിലാക്കുന്ന ഒരു വലിയ റിഹേഴ്സലാണ് ഹല്ലേലൂയ മോറിയ ദേശത്തെ മലയിൽ നടന്നത്. അപ്പന്റെ ആ ദുഃഖം അവിടെ നിഴലിട്ടു. സ്തോത്രം. ഇനിയും അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കണം. 72 അവേഴ്സ് കഴിയുകയാണ്. അബ്രഹാം കത്തിയെടുത്തു എന്ന് പറയുമ്പോൾ ഇനി എന്നെ ശ്രദ്ധിക്കണം, എന്നെ ഒന്ന് നോക്കൂ. കത്തിയെടുത്തു എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും സലിമാമേ? ഇങ്ങനല്ല വെട്ടുന്നത്. കത്തി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒറ്റ വെട്ടല്ല. നമ്മൾ ഈ ഉള്ളിയൊക്കെ വെട്ടുന്ന പോലെ ആണോ? ഇങ്ങനെയാണോ റജിപ്പാസ്റ്റർ വെട്ടുന്നത്? അല്ല. കത്തി എടുത്തിട്ട് പുറകോട്ട് കത്തി ഇങ്ങനെ അങ്ങോട്ട് പുറകോട്ട് കൊണ്ടുപോകും. ശ്രദ്ധിക്കണേ. എനിക്ക് ഇത്രയും വലിയ പറ്റത്തുള്ളൂ. നടുവേദന ഉള്ളതുണ്ടോ? എനിക്ക് റജിപ്പാസ്റ്റർ നോക്കി അത്ര പറ്റത്തുള്ളൂ. മാത്യുസ്ബറൊക്കെ നല്ലപോലെ പോലെ ഞങ്ങൾക്ക് ഇത്രയും പറ്റത്തുള്ളൂ. അതുകൊണ്ട് അല്ലെങ്കിൽ എന്നെ ഇപ്പൊ തന്നെ പാർട്സുകളൊക്കെ വേദന എടുക്കും. ഇത്രയും പുറകോട്ട് അബ്രഹാം കത്തി. ഞാൻ ഒന്നുകൂടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഷിജിബറുണ്ട്, ഞങ്ങൾ ഈ കൊല്ലാടയിലൊക്കെ ഉണ്ട്, ബിനു ഒക്കെ ഉണ്ട്. പണ്ട് ഞങ്ങൾ ഈ ആറ്റി ചാടാൻ പോകുമ്പോൾ ആറിന്റെ തിട്ടം നിന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചാടുമല്ല, 3-4 സ്റ്റെപ്പ് ഞങ്ങൾ പുറകോട്ട് പോകും. പുറകോട്ട് നാടിയിട്ട് ഞാനും സജിയൊക്കെ സ്റ്റെപ്പുകൾ ഇങ്ങോട്ട് മുമ്പോട്ട് വന്ന് 3-4 സ്റ്റെപ്പ് പുറകോട്ട് പോയിട്ട് അതേ വേഗത്തിലാണ് ആറ്റിലോട്ട് എടുത്ത് ചാടുന്നത്. ഇപ്പൊ ഞാനതൊക്കെ ഓർക്കുന്നു. ഇപ്പൊ ആറ്റി പോയാൽ നമ്മൾ പൊങ്ങി പോലും വരത്തില്ല. ശരീരമൊക്കെ അതുപോലെ ബലഹീനമായി. ഇന്ന് രാത്രി പറയുന്ന ഒരു ആത്മീയ മർമ്മമാണ്. അപ്പോ ഈ കത്തി പുറകോട്ടെടുത്ത് 72ാമത്തെ മണിക്കൂർ കഴിയുക. ശ്രദ്ധിച്ച് കേൾക്കണം. പുറകോട്ടെടുത്ത് ഈ അബ്രഹാമിന്റെ കത്തിയും ഈ ഇസ്ഹാക്കിന്റെ കഴുത്തും തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ എത്ര ടൈം ഉണ്ടോ അവിടെയാണ് ദൈവം
ദൈവ ശബ്ദം കേട്ടത്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, കത്തിയും കഴുത്തുമായിട്ടുള്ള ഡിസ്റ്റൻസിന്റെ ഇടയിൽ ഇന്ന് രാത്രി ഒരു ദൈവ ശബ്ദം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുക. അത് വിടുതലിന്റെ ശബ്ദമാ, അത് 4 യാമത്തിലെ ശബ്ദമാ, 4 യാമത്തിലെ വിടുതല. എത്ര പേർക്ക് ദൈവത്തിന്റെ ആത്മാവിൽ ഇന്ന് രാത്രി ഈ ദൂത് കേട്ട് സ്തോത്രം ചെയ്യാൻ കഴിയണം? സുഖമനഗതന ഷൈഡ. അതാണ് മുമ്പേ ഫേവ പറഞ്ഞ പോലെ ഇതാ റൈറ്റ് ടൈം കേട്ടോ. നമ്മളൊക്കെ ചിന്തിച്ചില്ലേ, എന്താ ദൈവമേ വരാതെ നോക്കൂ, ഈ കത്തിയും ഈ കഴുത്തുമായിട്ടുള്ള ഡിസ്റ്റൻസിന്റെ എത്ര ടൈമുണ്ട് നിങ്ങൾ ഊഹിച്ചു നോക്കൂ. ആ റൈറ്റ് ടൈമിൽ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? 2 തവണ വിളിച്ചു. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. തുടക്കത്തിൽ 22:1 ഒറ്റ പ്രാവശ്യമേ ദൈവം വിളിച്ചുള്ളൂ, അബ്രഹാം എന്നെ വിളിച്ചുള്ളൂ. എന്നാൽ നോക്കൂ, യാഗം കഴിക്കാൻ വേണ്ടി ആ കത്തിയോട്ടെടുത്തപ്പോൾ സുഖമനാഥ പ്രഗൽഖമനാഥ 10 വാക്യം വായിച്ച ബിന്ദു സിസ്റ്ററെ. 22 ഇല്ലയോ ബിന്ദു സിസ്റ്റർ? ഇല്ലയോ? പിന്നെ അബ്രഹാം കൈനീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. കണ്ടോ? ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് വിളിക്കുക, അബ്രഹാമേ അബ്രഹാമേ. കാരണം ഇൻ കേസ് ആദ്യത്തെ ശബ്ദം കേട്ടില്ലെങ്കിൽ അബ്രഹാം വെട്ടി നുറുക്കും. അത് ഒറ്റ വെട്ടിന് ഇതിനെ വെട്ടി 2 അതുകൊണ്ട് ദൂതൻ വിളിച്ചു പറഞ്ഞ, അബ്രഹാമേ. ഇങ്ങനെ പൊങ്ങിയ കൈ അവിടെ സ്റ്റക്കായി നിന്നു. ഈ രാത്രി ചിലത് വിഭജിക്കപ്പെടുമെന്നും ചില വിടുതൽ കാണത്തില്ലെന്നും പിശാച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവ ശബ്ദം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി മുഴങ്ങുന്നു. ചിലത് ഇന്ന് രാത്രി സ്റ്റക്കായി ദൈവത്തിന്റെ ഒരു കരുതൽ ഈ പുറത്ത് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നത് ഞാൻ ആത്മാവിൽ ദൂതായി വെളിപ്പെടുത്തുന്നു. അടകം താരകസി അൽക്കുരാദി റബൽ ഖമനാദികസി. 1-2 മാത്രമേ ദൈവം 2 പ്രാവശ്യം പേര് വിളിച്ചിട്ടുള്ളൂ. 1-2 പറയാമോ ആർക്കെങ്കിലും? താങ്ക് യു. നിങ്ങൾ എടുത്താ പിന്നെ വായിച്ചാൽ മതി വീട്ടിൽ. 1 ശമൂവേൽ 3:10. ദൈവം ശമൂവേലേ ശമൂവേലേ, ദൈവ ശബ്ദം കേട്ടവനെ, പെട്ടകത്തോട് ചേർന്ന് നടന്നവനെ കിടന്നവനെ ദൈവശബ്ദം കേൾപ്പിച്ചു പറഞ്ഞു, ശമൂവേലേ ശമൂവേലേ, ഇനി ഇസ്രായേൽ വരേണ്ട ഒരു വലിയ ശബ്ദം, ഭീതിജനകമായ ശബ്ദം ഞാൻ നിന്നെ കേൾപ്പിക്കാൻ പോകുക. ഇത് കേൾക്കുമ്പോൾ ഇസ്രായേൽ നടുങ്ങുമെന്ന് പറഞ്ഞ് ദൈവം 2 തവണ വിളിച്ചു. മറ്റൊരാളോടും ദൈവം 2 തവണ പറഞ്ഞു. ആരോടാ? ശൗലേ 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 നീ എന്നെ ഉപദ്രവിക്കും. വേറൊരാളോടും പറഞ്ഞു. ആരാണ്? ദൈവം മോശെ വിളിച്ചു. മോശെ മോശെ. എക്സോഡസ് 2:3-4 വായിച്ചു. ഉറപ്പാട്. അവൻ പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിയാതെയായപ്പോൾ അവനെ ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി അതിന് പാലും പശയും കീലും തേച്ചു പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. അതല്ല 3 ആണെന്ന് തോന്നുന്നു. പാലും ഒന്നും തേച്ചില്ല, പശയാണ് തേച്ചത്. മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. കണ്ടോ? മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് മോശെ മോശെ എന്ന് വിളിച്ചു. ശ്രദ്ധിച്ചു നോക്കണേ. ഹല്ലേലൂയ. കാരണം നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. ഇങ്ങോട്ട് വരരുത്, കല്ലെച്ചെരിപ്പൂരണം. അതുകൊണ്ട് ഒറ്റ വെള്ളിയല്ല വിളിച്ചു. കാരണം ഈ ധൃതി വെച്ച് വേണേ മോശെ അങ്ങോട്ട് കയറുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് വിളിച്ചു, മോശേ മോശേ, നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാ, നടന്നു വന്ന പാത ശരിയായതല്ല, അതുകൊണ്ട് ചെരുപ്പൂര് എന്ന് പറഞ്ഞ് മോശ ചെരുപ്പൂരിയപ്പോൾ ഒരു വലിയ ദൗത്യം ദൈവം ഏൽപ്പിച്ചു. അതിലേക്കല്ല ഞാൻ പോകുന്നു. ഇനി അടുത്ത ഭാഗം പറഞ്ഞ് ഞാൻ നിർത്താൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ മോറിയായിൽ ആരാ ജയിച്ചേ? അബ്രഹാമാ ജയിച്ചത്. ദൈവം തോറ്റു. തെറ്റിദ്ധരിക്കരുത് അങ്ങനെ പറഞ്ഞേ. അതെങ്ങനെയാന്ന് ഞാൻ പറയാം. ദൈവം തോറ്റെന്ന് പറഞ്ഞാൽ
തെളിയിക്കാൻ പോയി. ഉദാഹരണത്തിന് എന്റെ മോൻ ഇവിടെ സ്റ്റീവ് 9 അപ്പൊ 10ാം ക്ലാസ്സിൽ കയറുമ്പോ ഞാൻ സ്റ്റീവിനോട് പറയുക, സ്റ്റീവേ ഒരു നല്ല സൈക്കിൾ മേടിച്ചു തരാം എന്ന് പറയുന്നു എന്നിരിക്കട്ടെ. സ്റ്റീവ് പഠിക്കുന്നു. ഇപ്പൊ നമുക്ക് വിജയമൊന്നും അറിയത്തില്ല, ഓൺലൈൻ ആയതുകൊണ്ട് എങ്ങനെയൊക്കെ പാസ്സാവും നമുക്ക് ആർക്കും അറിയത്തില്ല. മറിച്ച് ഒറിജിനൽ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? സ്റ്റീവിനോട് പറയുക, സ്റ്റീവെ പഠിച്ച് ജയിക്കാൻ നല്ല മാർക്ക് കിട്ടിയാൽ ഒരു സൈക്കിള് പിതാവുന്ന രീതിയിൽ ഞാൻ മേടിച്ചു തരും. സ്റ്റീവ് ജയിച്ചു കഴിഞ്ഞപ്പോ യഥാർത്ഥത്തിൽ ഓഫർ ചെയ്ത് ഞാൻ തോറ്റില്ലേ? കാരണം സ്റ്റീവ് ജയിച്ചു, ഞാൻ തോറ്റു. ശ്രദ്ധിച്ചു കേൾക്കുക. ഇവിടെ അബ്രഹാമിനെ ദൈവം ടെസ്റ്റ് ചെയ്തപ്പോ ജയിച്ചത് അബ്രഹാം, ദൈവം തോറ്റു എന്ന് പറയുമ്പോൾ അപ്പന് നിരാശയില്ല. കാരണം സ്റ്റീവ് തോറ്റത് എനിക്ക് നിരാശയില്ല. കാരണം മകൻ ജയിച്ചാൽ ഞാൻ ജയിച്ചതിന് തുല്യമാ. മനസ്സിലായോ? മകന്റെ അത് ഞാൻ തോറ്റെന്ന് അഭിമാനം കൊള്ളുക. അതെന്റെ പരാജയമല്ല, അതെന്റെ സ്റ്റീവിന്റെ ജയം എന്റെ ജയമാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, അബ്രഹാം ജയിച്ചപ്പോ ദൈവം പറഞ്ഞു, ഞാൻ ജയിച്ചത് എന്റെ മകൻ ജയിച്ചപ്പോ ഞാൻ ജയിച്ചു. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഞാൻ ഇനി അവന്റെ അറിയപ്പെടാൻ ആഗ്രഹിക്കുക. ഞാൻ അബ്രഹാമിന്റെ ദൈവം. നോക്കൂ, ദൈവം കുറച്ച് പുറകോട്ട് മാറിയിട്ട് പറഞ്ഞു, ഞാൻ അബ്രഹാമിനെ മുമ്പിൽ ഒന്ന് നിർത്താൻ പോകുക. ഒരു ഉദാഹരണം ഞാൻ പറയാം. പണ്ട് എന്നെ അറിയപ്പെടുന്ന തങ്കച്ചായ മോൻ നായർ, ഇപ്പോ ബിജു പാസ്റ്ററിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. ബിനുവിന്റെ പിതാവ് എന്നല്ല, ബിജു പാസ്റ്ററിന്റെ. കാരണം എന്താ? ദൈവം എന്നെ ആ വേലയ്ക്ക് കൊണ്ടുവന്നപ്പോ തെറ്റിദ്ധരിക്കരുത്, ഞാൻ പറഞ്ഞു, അവര് പിണങ്ങിയാലും പിണങ്ങിയില്ല, അങ്ങനെയാ പറയുന്നത്. കാരണം ദൈവം പറയുന്നു, ഇവരെ എനിക്ക് മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഞാൻ പുറകോട്ടൊന്ന് നിൽക്കണം, എന്റെ കെയർ ഓഫിലായിരിക്കണം. മനസ്സിലായോ? ഇന്ന് രാത്രി നമ്മുടെ കെയർ ഓഫിൽ ദൈവം അറിയപ്പെടണമെങ്കിൽ ടെസ്റ്റിൽ നിങ്ങൾ പരാജയപ്പെടരുത്. 72 മണിക്കൂറിൽ ദൈവത്തിന്റെ ടെസ്റ്റിൽ നിങ്ങൾ വിജയിച്ചാൽ ഈ രാത്രി ദൈവാത്മാവ് പറയുന്നു, നിങ്ങളുടെ കെയർ ഓഫിൽ ഞാൻ അറിയപ്പെടും. നിങ്ങളെ ഞാൻ മുമ്പിൽ നിർത്തിയിട്ട് പുറകോട്ട് ഞാൻ നിന്നിട്ട് പറയും, ഇത് ബിജു പാസ്റ്ററിന്റെ, ഇത് റജി പാസ്റ്ററിന്റെ, ഇത് മാത്യു ജോന്റെ ദൈവമാണ്, ഇത് സുനിലിന്റെ ദൈവമാണ്, ഷിജിയുടെ ദൈവമാണ് എന്ന് പറയത്തക്ക രീതിയിൽ ഈ രാത്രി ദൈവം നമ്മളെ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവന്റെ ദൈവമാണെന്ന് അബ്രഹാമിനെ ദൈവം മുൻപോട്ട് നിർത്തിയിട്ട് പറഞ്ഞു. അടുത്ത ജനറേഷനെ ഒക്കെ കാണിച്ച് ദൈവം പറഞ്ഞു, ഞാൻ അബ്രഹാമിന്റെ മാത്രമല്ല, അവന്റെ പുത്രന്മാരായ ഇസഹാക്കിന്റെ, അവന്റെ പുത്രന്മാരായ യാക്കോബിന്റെ ദൈവമായി. ഇന്ന് രാത്രി കണ്ണുകളെ മൂടാം. ഒരു വലിയ ദൈവശബ്ദമാക്കേട്ടത് 72 മണിക്കൂറിൽ ഇതുവരെ കേൾക്കാത്ത ഒരു വിടുതൽ ലാസ്റ്റ് സെക്കൻഡിൽ ആ കത്തിയോ ആ സമയമാകുമ്പോൾ ആ കഴുത്തിന്റെ ഇടയിലേക്ക് ദൈവ ശബ്ദം കേട്ടിട്ട് ഒരാട് കുരുങ്ങിക്കിടക്കുന്നു. കണ്ടോ? അതുവരെ കാണാത്ത ഒരു വിടുതൽ ലാസ്റ്റ് സെക്കൻഡ് എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇന്ന് രാത്രി എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടോ. ചില കുരുക്കുകൾ ഇന്ന് രാത്രി ആത്മാവിന് സ്തോത്രം ചെയ്താട്ടോ. ചില കുരുക്കുകൾ അഴിയുക. ഈ 72 മണിക്കൂറുകളിൽ ഒരു ദൈവ ശബ്ദം കേട്ടിട്ടെന്നോർത്ത് ഭയപ്പെടേണ്ട. ലാസ്റ്റ് സെക്കൻഡിൽ ഇന്ന് രാത്രി എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവത്തിന്റെ ഒരു വിടുതൽ, ദൈവത്തിന്റെ ഒരു ശക്തി, ദൈവത്തിന്റെ ഒരു മഹത്വം നിങ്ങളുടെ കെയർ ഓഫിൽ ഇല്ലേ ഫേവ? എന്റെ ദൈവം എന്ന് വിളിച്ചു പറയുക. യെസ്, ദൈവം പറയുക, ഞാൻ അവരെ മുമ്പിൽ നിർത്താൻ പോകുക, ഞാൻ അല്പം പുറകോട്ട് മാറാൻ പോകുക. കാരണം അവർ ജയിച്ചു. എന്റെ മകൻ അബ്രഹാം ജയിച്ചു. അതുകൊണ്ട് ഞാനല്ല തോറ്റത്, അവൻ ജയിച്ചത്, ഞാൻ ജയിച്ചു. ഈ രാത്രി ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ഒരു ജയം. ഈ രാത്രി ഏതൊക്കെ വിഷയത്തിൽ വിടുതൽ വേണമോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി പറയുന്നു, ചില തലമുറകളെ നോക്കി പറയുന്നു, ഇതുവരെ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ, ഇതുവരെ ഒന്നും നടക്കുന്നില്ലല്ലോ, ഇതുവരെ ദൈവ ശബ്ദം കേൾക്കുന്നില്ലല്ലോ, നാളുകളായി എന്ന് ചിന്തിക്കുന്ന ചില റമേൽ ഇന്ന് രാത്രി ദൈവ ശബ്ദം കേൾക്കുകയാ. ആത്മാവ് വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ചില കെട്ടുകളെ പൊട്ടിച്ച് ലാസ്റ്റ് സെക്കൻഡ് ആ കത്തിയുടെയും കഴുത്തിന്റെ ഇടയിൽ വെളിപ്പെട്ട ചില വിടുതലുകൾ ഇന്ന് രാത്രി എന്റെ ജനത്തിന് വേണ്ടി വെളിപ്പെടുത്താൻ പരിശുദ്ധാത്മാവിന് പ്രസാദമുണ്ട്. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യൂ, ദൈവത്തിന് സ്തോത്രം ചെയ്യൂ. അടിയനിതാ എന്ന് പറയൂ. അബ്രഹാം പറഞ്ഞതുപോലെ
കരുതുന്നവൻ ഞാനല്ലയോ എന്ന പാട്ട് ഫേവ ഒന്ന് പാടും. എല്ലാവരും ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്താട്ട്. കരുതുന്നവൻ ഞാനല്ലയോ. ഹോവ ഒന്ന് പാടാമോ ഫേവ? വയ്യ എന്നറിയാമെങ്കിലും ദൈവാത്മാവ് നിയോഗിക്കും. എല്ലാവരും ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്യും. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. രാത്രി ഒന്ന് ചേർന്ന് പാടാമോ എല്ലാവർക്കും കൂടെ? അർത്ഥൽ പ്രൗഢനാദികസ്യാലബ റീഗൽ കമനാദകസ്യാലബ ശുക്കോനി അബ്ദുൽ കമനാദികസ്യ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിനു നീ? യെസ്, ഇന്ന് രാത്രി ദൈവാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി പറയുന്നു, എന്തിനു നിങ്ങൾ കലങ്ങുന്നു? എന്തിനു നിങ്ങൾ കലങ്ങുന്നു? പാടാമോ പ്ലീസ്? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ എബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. എബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനെന്നും ശക്തനല്ലയോ. ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനെന്നും ശക്തനല്ലയോ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയും കൃപയിൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയും കൃപയിൽ.
എല്ലാ കണ്ണുകളും അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അബ്രഹാമിന്റെ ദൈവം ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ലാസ്റ്റ് സെക്കൻഡ് 72 മണിക്കൂറിൽ വെളിപ്പെട്ടു വന്ന ദൈവക്കരുതനായി നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ റജി ഫിലിപ്പ് പ്രാർത്ഥനയിൽ സഹായിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല രാത്രിക്കായി എന്നെ സ്തുതിക്കുന്നപ്പാ. ഒരിക്കൽ കൂടെ ദൈവമേ, തിരുവാദപീഠത്തിൽ തിരുമുഖത്തേക്ക് നോക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനും നല്ല ഭാഗ്യത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പശ്ചാത്തലമേ അങ്ങേ അല്പസമയം ഞങ്ങൾ മഹത്വപ്പെടുത്തുവാൻ ദൈവം നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. പശ്ചാ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടെ ഹൃദയത്തിന്റെ നിലവാരം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അപ്പാ ദൈവമേ ഇന്ന് രാത്രികാലം പ്രവർത്തിപ്പാൻ എല്ലാവരും ദിവസങ്ങൾ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവമേ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി അപ്പച്ചാ രഹസ്യമായും പരസ്യമായും അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പാ ദൈവമേ, അതിന്റെ മധ്യത്തിൽ ദൈവപ്രവൃത്തിയുടെ കരം നീട്ടുവാൻ തക്കവണ്ണം സ്വർഗീയ നാഥ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ കൂടി എല്ലാ ഭക്തന്മാരെ എല്ലാവരെയും പ്രാർത്ഥിക്കുന്നപ്പാ രാത്രികാലം ദൈവമേ അങ്ങ് അനുഗ്രഹിപ്പാനിടയാകണം. കേട്ട വചനം ദൈവമേ ഞങ്ങൾ അധികം ശ്രദ്ധയോടെ കരുതുവാൻ തരണം. ഒരിക്കലും ഞങ്ങൾ കൈവിടപ്പെട്ടു പോകുവാൻ ഇടയാകരുത്. അങ്ങെന്തു പറയുന്നത് പോലെ അനുസരിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ നാഥ ഞങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ കൃപയും സാന്നിധ്യം കൂടെ ഇരുന്നാട്ട് രക്തമറകൊണ്ട് ഞങ്ങളെ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരും ദിവസം നടക്കുന്ന മീറ്റിങ്ങുകളിലൊക്കെ ദൈവ സാന്നിധ്യം കൂടെ ഇരിപ്പാൻ ഞങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാസിനെ പ്രത്യാലോകത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം മാനിപ്പാനിടയാകണം. താനപ്പച്ച പറഞ്ഞ വചനങ്ങള് അപ്പാ ദൈവമേ 60 100 മേനി ഫലം കായ്ച്ചെന്ന് അറിയുവാൻ തക്കവണ്ണം സ്വർഗീയ നാഥ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും പ്രാശ്യപ്രഭുവിന് മേൽ തടയുവാൻ ഇടയാകരുത്. ദൈവ സാന്നിധ്യം വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവമേ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ കൃപയും സാന്നിധ്യം കൂടെ നാട്ട് രക്തമറകൊണ്ട് ഞങ്ങളെ മറച്ചാട്ട് പിന്നെയും കാണുമ്പോഴേയും ദൈവകൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ചെയ്യാനും കേട്ട കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഫേബയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തന്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോസ്റ്റാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മോബിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അടിപ്പിണന്റെ ശക്തി പ്രിയ ജോളിമാമയുടെ മേൽ, ഫേബയുടെ മേൽ, മോബിളുടെ മേൽ, ജോസ്റ്റാന്റെ മേൽ ഇന്ന് രാത്രി വെളിപ്പെട്ടു വരട്ടെ. ഫേബയുടെ ശരീരത്തെ അലട്ടുന്ന, പ്രിയ മാതാവിന്റെ ശരീരത്തെ അലട്ടുന്ന സകല കെടുതികളെയും ആത്മാവിൽ അവിടുത്തെ അഭിഷക്തന്മാരെ ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ബ്രേക്ക് ത്രൂ സംഭവിക്കട്ടെ. മോബിളുടെ ശരീരത്തിൽ പൂർണ്ണ ആരോഗ്യം, ബലം കർത്താവ് കൽപ്പിച്ചാക്കുന്നതിനായി സ്തോത്രം. കർത്താവ് സുമിയുടെ ഔദ്യോഗിക മണ്ഡലത്തെ അനുഗ്രഹിക്കുന്നു. സ്ഥിരതയും ദൈവത്തിന്റെ നിവർത്തീകരണവും ആ ടിനുവിന്റെ ജീവിതത്തിലും വെളിപ്പെടാനും ആ ഫെറിന്റെ പാസ്പോർട്ട് എത്രയും പെട്ടെന്ന് ലഭിക്കാൻ പരിശുദ്ധാത്മാവ് ഇടപെടും. വലിയ വിടുതൽ ആ ബിനുവിന് വേണ്ടിയും പുതിയൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റജിപാസിന്റെ വിഷയത്തിന്മേലും ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ 72 മണിക്കൂറിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം ഈ രാത്രി വെളിപ്പെടുത്തി ബെൻസാബ് കുടുംബത്തിന് വേണ്ടി, അവിടെ ഭാരപ്പെടുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും കർത്താവ് മാത്യു ജോണിന് ഒരു ഭവനം ആവശ്യമുണ്ട്, ആ വിഷയത്തിന്മേലും, അതുപോലെ പ്രൊഷിജിയുടെ വിഷയത്തിന്മേൽ, കർത്താവ് മിനിയബിയുടെ വിഷയത്തിന്മേൽ, ആ സോബി തോമസിന് വേണ്ടി പ്രാർത്ഥിക്കും, തന്റെ വിഷയത്തിന്മേൽ നിഷിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ കരുതൽ റജി ഫിലിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തന്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പെന്നിക്കും കുടുംബത്തിന് വേണ്ടി സിനിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റെന്റിന്റെ മേൽ ഒരു വലിയ ദൈവ പ്രവർത്തി വിമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ ബിൽസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളും ബിനു പണിക്കറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം സഹായിക്കും. കർത്താവേ, ഷീജയ്ക്കായി, ഗ്ലോറിയക്കായി, ബിജുനായി സ്തോത്രം, അവരെയും സഹായിക്കും. വിലപ്പെട്ട അഭിഷേകത്തിന് റജി തോമസ് ആശീർവാദം പറഞ്ഞ് നമ്മെ അയക്കുന്നതായിരിക്കും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കാവലും നടത്തി നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളോടും ഇന്ന് രാത്രി കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തോടും സംസാരിച്ച ദൈവദാസനോടും കുടുംബത്തോടും മഹനീയം ദൈവസഭയിലെ എല്ലാ കുടുംബ അംഗങ്ങളോടും ഇന്ന് രാത്രി മീറ്റിംഗിൽ പങ്കുകൊണ്ട് മടങ്ങിപ്പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. രാത്രികാലവും യേശു ക്രിസ്തു മൂലം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
ആമേൻ. അനുഗ്രഹിക്കട്ടെ. വരണം. താങ്ക് യു റജി പാസ് മീറ്റിംഗ് കടന്നു വന്ന് പ്രത്യേകിച്ച് ഞങ്ങളുടെ മോളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവസഭയോട് നന്ദി അറിയിക്കുന്നു. കർത്തവൃത്തിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ എല്ലാവരും ശക്തമായി വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. നാട്ടിൽ നടന്ന് നമ്മുടെ റജി ഇന്ന് രാത്രി ലൈവിൽ ഉണ്ടായിരുന്നല്ലോ, പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ബിൽസച്ചാൻ ലൈവിൽ ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. താങ്ക് യു സോ മച്ച്.